നിന്ന് പണപ്പിരിവ് നടത്തി എന്ന് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കുള്ള മറുപടി. ആ 51 വീടുകളിൽ വീട് ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. മനസ്സിലായില്ലേ? തങ്ങൾ പരാജയമായെടുത്ത് എന്ന് പറഞ്ഞാൽ അന്തം കമ്മി അടിമകൾ കേരള സർക്കാരിൻ്റെ ഒരു ടൗൺഷിപ്പ് ഞങ്ങളുണ്ടാക്കി എന്ന് പറഞ്ഞ് തന്തയാവാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. മാത്രവുമല്ല, ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ ടൗൺഷിപ്പും തകർന്ന് തരിപ്പണമാകുന്നു. ഒരു ഭാഗത്ത് വിള്ളൽ വീഴുന്നു, മറുഭാഗത്ത് ചോർന്നൊലിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് 1.5 മാസം പിന്നിട്ടു. അല്ല താക്കോല് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് CMDRFിൽ നിന്ന്, പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുക്കിയിട്ടും നക്കിയിട്ടും 1 മാസവും 24 ദിവസവും പിന്നിടുന്നു. ഈ 1 മാസവും 24 ദിവസവും പിന്നിട്ട കേരളത്തിൻ്റെ സർക്കാർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തോറ്റ് തുന്നം പാറി നാണം കെട്ട് ഉടുതുണി ഉരിഞ്ഞു പോയവൻ്റെ അവസ്ഥ, പൊതുമധ്യത്തിൽ ഉടുതുണി ഉരിഞ്ഞു പോയവൻ്റെ അവസ്ഥയിൽ നാണം കെട്ട് നാണം മറക്കാൻ ഒരു കഷ്ണം തുണി പോലും കയ്യിലില്ലാത്ത അവസ്ഥയിൽ എന്തിനു വേണ്ടിയാണ് മാർച്ച് 1 പിണറായി വിജയൻ താക്കോല് കൊടുത്തു എന്നുള്ള പ്രഹസനം ജനങ്ങൾക്ക് മുമ്പിൽ ആ നാടകം കളിച്ചത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം ഏറ്റു ചോദിക്കുന്ന അവസ്ഥ. ഇപ്പോൾ പറയുന്നത് എന്താ? അടിമകൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങൾ വീട് കൈമാറിയിട്ടില്ല, ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പറ. അപ്പോൾ എല്ലാവരും തിരിച്ചു ചോദിച്ചു, പിന്നെ എന്തിനാ മാർച്ച് 1 കോടികൾ പൊടിച്ചുള്ള മാമാങ്കം നടത്തിയത് എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ, പൊതുജനതയുടെ മുമ്പിൽ ഈ കൃമികീടങ്ങൾ ഇങ്ങനെ നിന്ന നിപ്പിൽ ഉരുകി ഒലിക്കുകയാണ്. മറുപടികൾ പറയാൻ കഴിയുന്നില്ല. നാണം കെട്ട് എല്ലാം തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ. പ്രതിരോധിക്കാൻ കയ്യിലൊന്നുമില്ല, മറുപടി പറയാനൊന്നുമില്ല, മാത്രവുമല്ല പ്രതിരോധിക്കാനൊന്നുമില്ല. അതും മാത്രവുമല്ല, ഇതിനൊക്കെ വെല്ലുവിളിയായിക്കൊണ്ട് ഇതേ വയനാട്ടിൽ ഇതേ ദുരിതബാധിതർക്ക് ഇതേ സമയത്ത് ലീഗ് വീട് നിർമ്മിച്ചു നൽകുന്നു. ലീഗിൻ്റെ വീടുകളിൽ ആളുകൾ കയറി താമസം തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ ഫംഗ്ഷൻ വരുന്നു. അത് വലിയ ആഘോഷമായിട്ട് ഈ വീടുകൾ ലഭിച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾ അത് വലിയൊരു ആഘോഷമാക്കി നടത്തുകയാണ്. അപ്പം ഇത് കാണുമ്പോൾ ആർക്കാണെങ്കിലും കുരു പൊട്ടൂലേ? കൃമികീടങ്ങൾക്ക് പിന്നെ പറയാനുണ്ടോ? കൃമികീടങ്ങൾക്ക് പിന്നെ